എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം. എന്നുടെ ഗുരുവരനരുളിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. കടിപിടി കൂടും ഇടതന്മാരുടെ കഥയുര ചെയ്യാം. വോട്ടർമാരെ 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 വികസനമൊക്കെ മുടിച്ചു കളയണ ആരാചാരാണച്ചുമ്മാവൻ. വികസനമൊക്കെ മുടിച്ചു കളയണ ആരാചാരാണച്ചുമ്മാവൻ. വികസനമൊക്കെ മുടിച്ചു കളയണ ആരാചാരാണച്ചുമ്മാവൻ. വികസനമൊക്കെ മുടിച്ചു കളയണ ആരാചാരാണച്ചുമ്മാവൻ. പണിയാളുകളുടെ പേരതു ചൊല്ലി പലവിധമാത്മക വയലു പറഞ്ഞ് പകലും പണി ചെയ്തോരുടെ വേപ്പ് കുടിച്ചു കൊളുത്തൊരു പാർട്ടി. പകലും പണി ചെയ്തോരുടെ വേപ്പ് കുടിച്ചു കൊളുത്തൊരു പാർട്ടി. ഉന്നപ്രയുടെ വയലാറിന്റെ കയ്യൂരിന്റെ കഥകൾ ചൊല്ലി. ഉന്നപ്രയുടെ വയലാറിന്റെ കയ്യൂരിന്റെ കഥകൾ ചൊല്ലി. കലഹം കൂട്ടി കവിതകൾ പാടി. 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 കലവില കൂട്ടി വളർന്നൊരു പാർട്ടി. കലഹം കൂട്ടി കവിതകൾ പാടി. കലവില കൂട്ടി വളർന്നൊരു പാർട്ടി. ജാതിക്കെതിരെ പൊരുതിയിടൊടുവിൽ. ജാതിക്കെതിരെ പൊരുതിയിട്ടൊടുവിൽ. ജാതിക്കെതിരെ പൊരുതിയിട്ടൊടുവിൽ. ജാതിക്കെതിരെ പൊരുതിയിട്ടൊടുവിൽ. ജാതിപ്പൂനൂലണിയും ചിലരുടെ. ജാതിക്കെതിരെ പൊരുതിയിട്ടൊടുവിൽ. ജാതിപ്പൂനൂലണിയും ചിലരുടെ. കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച്. കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച്. കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച്. കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച്. ജനഹൃദയം വിട്ടൊഴിയും പാർട്ടി. കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച്. ജനഹൃദയം വിട്ടൊഴിയും പാർട്ടി. ജനഹൃദയം വിട്ടൊഴിയും പാർട്ടി. കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച്. ജനഹൃദയം വിട്ടൊഴിയും പാർട്ടി. അടിയാളുകളുടെ നിലഭൂമികളിൽ ഭരണം കൊയ്യാൻ നോക്കും പാർട്ടി. അടിയാളുകളുടെ നിണഭൂമികളിൽ ഭരണം കൊയ്യുവാൻ നോക്കും പാർട്ടി. മംഗളമീ കഥ കഥനം ചെയ്താൽ മംഗളമനവധി വന്നു ഭവിക്കും. മംഗളമീ കഥ കഥനം ചെയ്താൽ മംഗളമനവധി വന്നു ഭവിക്കും. അതെ, ഒരു കഥ കേൾക്കണമെങ്കിൽ പണ്ടത്തെ കഥ ഒന്നല്ല, ഇത് ഇപ്പോഴത്തെ കഥ തന്നെ. ഒരു മന്ത്രി കൊച്ചം ഉണ്ടായിരുന്നു ഇവിടെ, ടീച്ചർ മന്ത്രി. ആരോഗ്യ ശ്രീമതി. ആരോഗ്യം മാത്രം നോക്കി നടന്നാ പോരല്ലോ, കുടുംബത്തിന്റെ കാര്യം കൂടി നോക്കണല്ലോ. അതുകൊണ്ട് പുരക്കാരെ മുഴുവനും പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റി മുപ്പത്തേരി മരോണ വെപ്പുപണിക്ക് നിർത്തി. പിന്നാമ്പുറത്ത് കൂടെ അകത്തേക്ക് കയറ്റി. തീയും പുകയും കൊണ്ടാലേ മരോളുടെ കോണം പോകുന്നു തോന്നിട്ടാവും അഡീഷണൽ പി ആക്കി ഗസ്റ്റ് റാങ്കിൽ എത്തിച്ച്. സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അങ്ങനെ വെറുങ്ങനെ വിടോ. നല്ല കഥയായി. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങാടിപ്പാട്ടായി എന്ന് വന്നപ്പോ പേഴ്സണൽ സ്റ്റാഫിന്ന് പറഞ്ഞു വിട്ട്. എന്നാലെന്താ, പെൻഷൻ പറ്റി മരോൾക്ക് സുഖമായിട്ട് അങ്ങനെ ഇരുന്നൂടെ. ഏത് ഇനി മോന്റെ മരുന്ന് കമ്പനിക്ക് സർക്കാർ മരുന്ന് വിതരണ അവകാശം കൂടി കൊടുത്തതറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ മക്കളെ സേവിക്കുന്ന മന്ത്രിമാര് വേറെ ഈ ദുനിയാവിന്റെ അകത്ത് കാണൂടാ. ഇത് ടീച്ചർ മന്ത്രിന്റെ ചെറുക്കന്റെ മാത്രം കഥല്ലട്ടാ, ദേവി മന്ത്രിന്റെയും കൊടിയേരി മന്ത്രിന്റെ മക്കളുടെ ആറാമ്പുറത്തൊക്കെ ഇപ്പൊ ഏത് പൊട്ടൻ തിരി. നമ്മുടെ അച്ഛമാമനുണ്ടല്ലോ ഒരു അസുരവിത്ത്, മക്കാവ് ദ്വീപിൽ പോയി സുഖവാസം കഴിഞ്ഞ് മൂപ്പരിപ്പോ നാട്ടിലെത്തിയിട്ടുണ്ട്. കുറുപ്പൻ കെട്ടവൻ സമ്മതിച്ചല്ലോ. എന്ത് ഓൻ കുറ്റം കെട്ടതാണേ.
അനാവശ്യം പറയരുത്. എടോ, എന്റെ മകൻ ഗോൾഫ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോ തുടങ്ങിയതാ നാട്ടുകാരുടെ കണ്ണുകടി. ഗോൾഫ് ക്ലബിൽ അംഗത്വം എടുത്തത് ചക്കാത്തിനൊന്നുമല്ല, കാശ് കൊടുത്തിട്ടാ. പിന്നെ ക്ലബാവുമ്പോ ഗോൾഫ് കളിക്കും, കളിച്ചു കുറച്ചൊക്കെ ക്ഷീണിക്കുമ്പോ രണ്ടെണ്ണം വീശും. അതിലെന്താണോ തെറ്റ്? എന്റെ മന്ത്രിസഭയിലെ സഖാക്കന്മാരുടെ മക്കളെ പോലെ അവൻ വൃത്തികേടൊന്നും കാട്ടിയില്ലല്ലോ. നോട്ട് ദ പോയിന്റ്. എടോ, ഇത്തരം ഞങ്ങാടിന്റെ വർത്തമാനം കൊണ്ടൊന്നും അച്ചുവിനെ തോൽപ്പിക്കാനാവില്ല. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളുടെ മുന്നണിയുടെ നില വളരെ തെറിഞ്ഞല്ലാണ്. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ 8 തന്നെ പൊട്ടു. വൃത്തികെട്ടവൻ ഏതാണോ ഈ കൊടക്കമ്പി? അയ്യപ്പനാണേ. ഏതയ്യപ്പനാണെങ്കിലും അച്ചുവിനത് പുല്ല. ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. വേഗം ചോദിച്ച് സ്ഥലം വിട്ടോണം. ഈ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് നിങ്ങൾ എന്താ നേടിയത്? അരിയുടെ വിലയും കല്ലിന്റെ വീര്യവും കൂട്ടാനായില്ലേ? നോട്ട് ദ പോയിന്റ്. ഒരു ഫുട്ബോൾ ടിക്കറ്റ് എടുത്താൽ 2 കുപ്പി ബിയർ ഫ്രീ. ഇതൊക്കെ ഈ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണോ? നമ്മളൊരു പാവം കൂലിപ്പണിക്കാരനാണ്. അതിനുള്ള കാര്യമൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ചുമ്മാ ഈ സർക്കാരിനെ വിമർശിക്കുവാണോ? വിമർശിച്ചതൊന്നുമല്ല അച്ചുമാമ്മ. എനിക്ക് ഇട്ടം നടക്കാനും കല്യാണക്കുടിക്ക് പോവാനും ആരും കൂടി ഈ കുപ്പായം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ഇത് എന്റെ ആകെയുള്ള സമ്പാദ്യം. തനിക്കൊരു ഷർട്ടെങ്കിലും ഉണ്ടല്ലോ. ബംഗാളികൾക്ക് അതുപോലുമില്ല. അത് ബംഗാളിലും മുമ്പന്നെ മാർക്സിസ്റ്റ് ഭരണം തന്നെ ഉണ്ടാവും. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഹലോ, സ്മാർട്ട് സിറ്റി ഇന്ത്യക്ക് സ്മാർട്ടാകാം. Hello, my baby is such a mama. India is my country. No. All Indians are my brothers and sisters. Not only, but also. Yes, Albert. Yes. No, all right. Munaro. Oh, yeah. 3 rivers. JCB operations finished. എടോ ഹംസേ, ഇയാൾ എവിടെ പോയി ചത്തിയെടുക്കുക? നമ്മളിവിടെ ഇല്ലേ? എന്താണ് ഒരു ശബ്ദം കേട്ടത്? അത് അയ്യപ്പൻ തലചിറ്റി വീണതാ. എങ്കിൽ വേഗം പോയി കുറച്ച് മിനറൽ വാട്ടർ കൊണ്ടുവരൂ. വേഗം വേണം. അല്ല, കുപ്പിയേരും കുമ്മിയേടിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ മൂപ്പര്. എനിക്കിങ്ങനെ ഓരോന്ന് കണ്ട ഉടനെ വെള്ളം കുടിക്കണം. ഇണങ്ങാറായി എമ്പാടും വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ല. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യപ്പൻ ചത്തുകയാണോന്ന് ചോദിച്ചതാ. അനക്കൊന്നും കാണാഞ്ഞേ. ഇനി ബസക്കള്ളങ്ങാനും കുടിച്ച് നാവടക്കണോ ഹംസേ? ചത്തോന്നറിയാൻ ഒരു സൂത്രമുണ്ട്. കാശിട്ടു കാശു വാരാൻ ഭൂട്ടാൻ ഡാറ്റ. കുയിൽ മയിൽ സിംഹം ആന മയിലൊട്ടകം വൈരാജവൈ. ഇവിടെ ഇങ്ങോട്ട് എന്താ പറ്റിയത്? ഒന്നും പറയണ്ട അച്ഛമാമ. കാലം കുറച്ചായി നമ്മള് സൂപ്പറും ഡേറും കളിക്കലൊക്കെ തുടങ്ങിട്ട്. അതായത് സഖാവ് സാന്റിയോ മാർട്ടിന്റെ ലോട്ടറി വിപ്ലവം. അതന്നെ. കായെമ്പാടും പോയേക്കുന്നു. 10 ഉറുപ്പിക നേരം നമുക്ക് പ്രൈസ് അടിച്ചിട്ടില്ല. സാന്റിയോ മാർട്ടിൻ നിങ്ങൾക്ക് കോടികൾ തിരിച്ചും മറിച്ചു എന്ന് കേട്ടേക്കുന്നു. അതുകൊണ്ട് നമ്മക്കൊന്നുമില്ലല്ലോ. നമ്മള് ലാപ്പാലും നയിച്ചുണ്ടാക്കുന്ന കായ് മുഴുവൻ ഓനടിച്ചു ചൂണ്ടുകൊണ്ട് പോലെ. അത് പോട്ടെ, വിസക്കല്ല് കുടിച്ച് ചത്തോർക്ക് 5 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ കൊടുക്കണ്ടെന്ന് കേട്ടപ്പോ നമ്മുടെ മനസ്സിലും പൂജങ്ങ് പെരുത്ത്. വിസക്കല്ലാന്ന് അറിഞ്ഞിട്ടും എമ്പാട് കള്ള് നമ്മളങ്ങോട്ട് മോന്തിയേക്കുന്നു. പക്ഷെ എങ്കിലും ചത്തില്ല. അതിനും വേണമല്ലോ യോഗം എന്ന് പറഞ്ഞ സാധനം. അല്ല, ചത്താലും ഇങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ.
ബസ്കണ്ട് മാഫിയല്ലെന്ന് അതിന്റെ കായ് സ്പോൺസറായിട്ട് കൊടുക്കണേ. വൃത്തികെട്ടവൻ അനാവശ്യം പറഞ്ഞു നിർത്തുന്നുള്ളൂ. ഇതിനൊക്കെയുള്ള ശിക്ഷ എന്താണെന്നറിയോ? കസ്റ്റഡി മരണമാ, കസ്റ്റഡി മരണം. അങ്ങനെ ബീറ്റ് കൂട്ടലിന്റെ മുമ്പേ ഈ നാട് ഭരിക്കാൻ നിങ്ങൾക്കറിയില്ല. നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് കള്ളും വെള്ളം തന്നിട്ട് കയ്യിൽ ചെങ്കോടിയും പിടിപ്പിച്ച് പാർട്ടി നടത്താനുള്ള ഈ പൂതി ഇനി നടക്കൂല. ഈ അവസരോടുകൂടി ഇങ്ങക്കത് നല്ലോണം ചെയ്യും. ഏതാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നതോ അതോ നിങ്ങളുടെ കണ്ണുകളെയോ? സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും, അതുമാത്രമേ വിശ്വസിക്കാവൂ. ആ സത്യം തനി തട്ടിപ്പാണെന്ന് ഇപ്പൊ കണ്ണുള്ള മനുഷ്യന്മാർക്ക് മുഴുവൻ തിരിഞ്ഞിരിക്കണ്. അതുകൊണ്ടല്ലേ അബ്ദുള്ളക്കുട്ടി, മനോജും, മുരളി, ശിവരാമനും മഞ്ഞളാവും പോയാല് ഇപ്പതാ സിന്ധുഞ്ചോയും പാർട്ടിന്ന് പറന്നുപോയി. എടോ ഹംസേ, ഇയാളിത് എവിടെ പോയി ചത്തുകിടക്കുക? നമ്മളിവിടെ എടോ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പോകാൻ പറ്റ സഹാവേ, ഉമ്മക്ക് ചിലത് ചോദിക്കണ്ട്. വേഗം ചോദിക്കണോ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? വയസ്സോ? എനിക്കൊരു 86, 87 കാണും. പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണതോ. അയ്യോ, കിളിയൂര് പോയാൽ വീട്ടിൽ ആകെ മൂപ്പരെ. അയ്യോ, ഞാനും എന്റെ മോനുമല്ല, ഞങ്ങളുടെ സഖാക്കളിൽ ആരോ ആണ്. ആരായാലും അവരെ കയ്യാമം വെച്ച് നടത്തിക്കും. വെറുതെ പുളി അടിക്കല്ല അച്ചുവാമ്മ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. ഇങ്ങനെ പാർട്ടിന്റെ കൊട്ടിനൊപ്പം തുള്ളണ കോമാളിയല്ലെന്ന്. എടോ, അങ്ങനെ തുള്ളിയില്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടത്തില്ല, അറിയാമോ? എല്ലാവരും വരുമ്പോൾ നേരത്തെ പിണറായിയെ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന്. ഇങ്ങോട്ട് നോക്കിയേ അമ്മേ, സഖാവിന്റെ കാറ്റ് പോകുന്ന തോന്നുന്നത്. കൊടുങ്കാറ്റ് ആയിരുന്നടിച്ച പാവങ്ങളുടെ പറത്തല ഇപ്പോ കാറ്റ് പോയ ബലൂൺ പോലെ. ഐക്യമുന്നണിക്ക് വോട്ട് നൽകിടേണം പൊന്നേ, ഏഴകൾക്ക് ആശ്വാസമേകാൻ ഐക്യമുന്നണി തന്നെ. ഇടതു ദുർഭരണത്തിനറുതി പണ്ട് നാം വരുത്തി, ഇന്നിതാ നാം മുന്നിൽ വികസനം വന്നെത്തി, വികസനം വന്നെത്തി. ഇപ്പൊ എന്താ 1 കിലോ അരിക്ക് വില? എന്താ ഇപ്പൊ 1 കിലോ അരിക്ക് വില? എന്താ നിങ്ങളെ പ്രശ്നം? രാവിലെ ഇറങ്ങിയതാ സഞ്ചും തൂക്കി അരി വാങ്ങും. അരിക്കൊക്കെ ഇപ്പൊ എന്താ വില? വില ചോദിച്ച് ഇങ്ങനെ നടക്കും. അന്ത്യായാലും വില കുറയൂലാന്ന് ജനകീയ സർക്കാരിന്റെ ഭരണനേട്ട്. എന്താ നിങ്ങൾ ചിരിക്കുന്നത്? വോട്ട് ചെയ്തോലൊക്കെ ഓട്ടക്കാരനായ കഥ ഓർത്ത് ചിരിച്ചതാ. ഓട്ടക്കാരനെ അല്ല, ഓട്ടക്കലോ. ഉള്ള കായുകൊണ്ട് പശയടക്കാൻ എന്തെങ്കിലും വാങ്ങാൻ അന്ത്യാവോളം ഇങ്ങനെ നടക്കും. ഇന്നാലൊട്ട് വില കുറയില്ല ഒന്നിനും. നമ്മൾ നയിക്കണ കായോട് ഒന്നും വാങ്ങാൻ കഴിയില്ല. കിയാമം വന്നിട്ട് പോയാ കിയാമ തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കിയാമത്തിന്റെ അലാമത്തുകളാ ഇതൊക്കെ. പിന്നെന്തിനാ ഇങ്ങനെ ഈ പട്ടാപകൽ റാണ്ടൽ നോക്കി നടക്കണത്? പെരേക്കലെത്തുമ്പം അന്ത്യാവും. എപ്പോഴാ പവർ കട്ടെന്നറിയില്ലല്ലോ. ഇപ്പോ കറണ്ടിനൊക്കെ ചാർജ് ജാസ്തിയാണ്. പോരാഞ്ഞ് സർചാർജും ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഉറുപ്പ്യ ഒരുപാടാവും. ഇതുപോലെ ജീവിക്കാൻ പറ്റാണ്ടായ കാലം ഉണ്ടായിട്ടുണ്ടോ? ബെസ്പടക്കാൻ വേലിപ്പറപ്പിലെ കായ് പറിച്ചിട്ട് കടഞ്ഞു മരിച്ച പിഞ്ചു കുട്ടിയാണ് നമ്മുടെ നാട്ടില്. കർഷകരെ കിടക്കടിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമ്പോ മന്ത്രിമാര് കുടുംബസമേതം അമേരിക്കയിൽ ടൂറില്ല. കോടീശ്വരന്മാര് ആത്മഹത്യ ചെയ്യണ അമേരിക്കയിൽ പോയിട്ട് എന്താക്കാനാ? മണ്ടന്മാര് ലണ്ടനിലേക്ക് പോയ പോലെ. ഏത് നരകക്കുണ്ടിലേക്കാണാവോ ഇവര് നാടിനെ കൊണ്ടുപോണത്? കാക്കാ,
വിലക്കയറ്റം ആഗോള പ്രതിഭാസം ഓനെ കണ്ടുപിടുത്തം. ആരെ? സഖാക്കന്മാരെ. എന്നാ തമിഴ്നാട്ടിലും കർണാടകത്തിലും 1 റുപ്യക്ക് 1 കിലോ അരി കിട്ടും. ആന്ധ്രയില് 2 റുപ്യക്ക് 2 കിലോ അരി കിട്ടും. അതുകൊണ്ടാണ് അണ്ണന്മാരൊക്കെ ഇപ്പോ കേരളം വിട്ടത്. ഇപ്പൊ പണിക്ക് പാണ്ടികളെ വരെ കിട്ടാത്ത കാല. 1 കിലോ അരിക്ക് 20 രൂപ കൊടുത്ത് ജീവിക്കാൻ ഇവിടെ ആരെ കിട്ടാനാ? ഇപ്പൊ ബംഗാളികളാണ് പുതിയ പണിക്കാര്. ബംഗാളിലെ സഖാക്കള് അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാക്കിയപ്പോ കേരളത്തിലേക്ക് എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി വന്നവരാ. താമസിക്കാതെ ഓരും നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിപ്പോവും. അല്ല കോയ, തമിഴ്നാട്ടിലും കർണാടകത്തിലും 1 രൂപക്ക് 1 കിലോ അരി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. അതിന്റെ ഹിക്മത്ത് എന്താ? ഇക്കാക്ക, അവിടെയൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇവിടെ കൃഷിക്കാരെ വെട്ടിനിരക്കല്ലേ പാർട്ടിക്കാര് ഭരിക്കുന്നത്. കൊയ്യാനും കെട്ടാൻ ആളില്ല. പാടത്ത് കൊയ്ത്തിയന്ത്രം ഇറക്കാനും സഖാക്കൾ സമ്മതിക്കില്ല. ഇനി എങ്ങനെയെങ്കിലും കൊയ്തെടുത്താലോ? നെല്ല് വാങ്ങാനായിട്ട് ആളില്ല. അരിഭക്ഷണം മാറ്റി മുട്ടയും കോയും തിന്നാനാണല്ലോ മന്ത്രി പറഞ്ഞത്. ഓന്റെ പൊരനെ കൊണ്ടുവന്ന് തരോ അതിനുള്ള കായ്? മുട്ടക്കും കോഴിക്കും ഒക്കെ ഇപ്പൊ ഇരട്ടി വിലയാണ്. ഇക്കാക്ക, നാട്ടില് ക്ഷാമം വന്നപ്പോ ഒരു യൂറോപ്യൻ രാജാവ് ലൂയി 16 പറഞ്ഞതെന്താണെന്നറിയോ? കേക്കും വീഞ്ഞും കഴിക്കാനാ നാട്ടുകാരോട് പറഞ്ഞത്. നമ്മുടെ ജനകീയ മന്ത്രിമാർക്ക് ലൂയി 14 പ്രേതം കൂടിക്ക. അവളാണ്, ഞാൻ നുണ പറയല്ല. ഈ പഹന്മാരെ താഴത്തിറക്കാൻ എന്താ കോയ ഒരു മാർഗം? മാർക്സിസ്റ്റുകാരന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അന്തിമ പോരാട്ടത്തിനുള്ള സമയമായിരിക്കുന്നു. വികസന വഴിക്ക് നടുവിൽ പുൽച്ചെടികൾ പാകി നീങ്ങി വിപ്ലവ വ്യാമോഹമോദി മധ്യരെ പിറകോട്ടു നീക്കി ഇടതു ദുർഭരണം ഇനി കേരളത്തിൽ വേണ്ട. ഇപ്പോഴീ നാം ഓട്ടിടുമ്പോൾ കഥ കലയേണ്ട. ഐക്യമുന്നണിക്ക് വോട്ട് നൽകിടേണം പൊന്നേ. കേരകൾക്കാശ്വാസമേകാൻ ഐക്യമുന്നണി തന്നെ. ഇടത് ദുർഭരണത്തിനറുതി പണ്ട് നാം വരുത്തി. ഇന്നിതാ നാം മുന്നിൽ വികസനം വന്നെത്തി. വികസനം വന്നെത്തി. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുകൊല്ലുന്നു. നിങ്ങൾ അവരുടെ കുഴിഞ്ഞ കണ്ണുകൾ ചൂർന്നെടുക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. പാർട്ടി ഗുണ്ടകള് അക്രമോ ഉപരോധവും നടത്തിയിട്ടും പട്ടിണി കിടക്കുന്ന സമരക്കാരും മരിക്കാത്തോണ്ടാണ് സമരക്കാരൊക്കെ റബ്ബർ കള്ളന്മാരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങൾക്കറിയോ, പോഷകാഹാരമില്ലാണ്ട് അമ്മന്റെ ഗർഭപാത്രത്തിൽ വളരെ ജനിച്ച നാളെ തൊട്ട് പട്ടിണി കിടന്ന് ശീലിക്കാൻ ചെയ്ത ഞങ്ങളെ ചെങ്ങറയിൽ ഭക്ഷണവും മരുന്നും തരാണ്ട് പട്ടിണി കിട്ടാ പെട്ടെന്ന് മരിക്കുന്ന മുഖ്യമന്ത്രി കരുതിയത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ലിസ്റ്റിൽ പട്ടികജാതിക്കാർ ഇപ്പോഴും അടിമകളാണ്. പാർട്ടി ഗുണ്ടകളെ കൊണ്ട് ഞങ്ങൾ അടിച്ചമർത്താമെന്ന അവളുടെ പൂതി. കേരളം ബംഗാളായ പട്ടികജാതിക്കാരെ ചുട്ടുകൊല്ലും. ഈ മാർക്സിസ്റ്റുകളെ ഇനി ഒരിക്കൽ പോലും അധികാരത്തിലേറ്റരുത്. ആരടാത്? അച്ചുമാമന്റെ നെഞ്ചത്ത് കയറിയിട്ടാണോ നിന്റെയൊക്കെ തൊണ്ടകാറൽ? ADB സാഹിബല്ലേ പോണത്? ഇവിടെ കുറെ സഖാക്കന്മാരുണ്ടല്ലോ. അല്ല സഖാവേ, നിങ്ങൾ ഈ നാട് ഓർക്ക് തീരാതാനാക്കിയോ? താനുണ്ടാക്കിയതാണല്ലേ. എടോ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. പണ്ട് ദിനേശ് ബീഡിയും പരിപ്പോടെയും തിന്നു നടന്നൊരു കാലമുണ്ടായിരുന്നു അച്ചുമാമന്. അത് പണ്ട്. ഇന്ന്
ദിനേശ് ബാറും വിസ്മയ പാർക്കും പിന്നെ കണ്ടല് വെട്ടി ഇക്കോ ടൂറിസവും നടത്തുന്ന കാല. അതിനിടയില ചെങ്ങറയിലെ പട്ടിണി ജാഥ. പോവാൻ പറ, ഇത് കാലം വേറെയാ. ചങ്ങരയിലെ പാവങ്ങൾക്ക് ഭൂമി കൊടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചതല്ലേന്ന്? ചങ്ങരയിലെ പാവപ്പെട്ടവരെ മുഴുവൻ കാസർകോട്ട് പാറപ്പുറത്തിരുത്തിയിട്ട് ഞാനിങ്ങിരുന്ന് ബാടായി പറയാ ഉളുപ്പില്ല നിങ്ങൾക്ക്. പാവങ്ങളെ പറത്തലനാട്ടവേ ഇപ്പൊ കൊള്ളക്കാരന്റെ ചെല്ല മൂപ്പന്റെ ഡയലോഗ് ആച്ചല്. അത് താൻ എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാ? അതെ. എന്നെ തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാ? അതേന്ന്. എന്നെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാ? ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എടോ, ഈ പാർട്ടിയെ കുറിച്ച് തനിക്കെന്തറിയാം? ഒരു ചുക്കുമറിയില്ല. ഇത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ്. അടിസ്ഥാന വർഗത്തിൽ ആനന്ദിക്കാനാണല്ലോ വിസ്മയ പാർക്ക്. പ്രവേശന ഫീസ് വെറും 350 ഉറുപ്പ്യ മാത്രം. അടിസ്ഥാന വർഗത്തിന് അങ്ങോട്ട് പ്രവേശനം ഉണ്ട് സഖാവേ. പാർട്ടിയുടെ 5 സ്റ്റാർ ഹോട്ടലും പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുമൊക്കെ ആർക്ക് വേണ്ടിട്ടാ? ടാറ്റയും ബിർളയും മിറ്റലും അംബാനിയൊക്കെ പോലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരങ്ങളൊക്കെ. ആ പറഞ്ഞത് അസൂയ. നിങ്ങൾ നേരറിയണം, നേരത്തെ അറിയണം. അതിന് ദേശാഭിമാനി വായിക്കണം, വിവരമുണ്ടാക്കണം. വെറുതെ ഞഞ്ഞാ പിന്നെ പറഞ്ഞു നടന്നാൽ നേരാവില്ല. ശരിയാ. നേരറിയാൻ 2 കോടി, ആളറിയാതെ 2000 കോടി. ഫാരിസും ലിസ്റ്റാക്കോയും സാന്റിയോഗോ മാർട്ടിനും ഒക്കെ നേരറിഞ്ഞു തന്ന കോടികൾ ഇപ്പോ നാട്ടിലൊക്കെ പാട്ടാ. നാട്ടിലൊക്കെ പാട്ടായത് ആ പാട്ടല്ല, ഈ പാട്ട. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈകിളിയേ. സഖാവേ, എന്നാ ഇപ്പോ നമ്മൾ കൊയ്യും വയലെല്ലാം ടാറ്റന്റേതാകും പൈങ്കിളിയെ എന്ന് മാറ്റി പാടേണ്ടി വരും സഖാവേ. പാടേണ്ടി വരും, പാടേണ്ടി വരും. എടോ, ടാറ്റയില്ലെങ്കിൽ പിന്നെ പാർട്ടിയില്ലടോ. അതുകൊണ്ടല്ലേ ടാറ്റയെ സിംഗൂർക്ക് മടക്കിക്കൊണ്ടുവരാൻ ബുദ്ധദേവ് കിടന്ന് പെടാപ്പാടുപെടുന്നത്. അല്ലാതെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നുമില്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ. ഇപ്പൊ ഞമ്മക്കൊരു കാര്യം മനസ്സിലായി. എന്തുണ്ട് മനസ്സിലായി? ഇങ്ങളെപ്പോലത്തെ അഴിമതി വീരന്മാര് ഈ ദുനിയാവിൽ വേറുണ്ടാവില്ല. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. കാലിനിടയിൽ മണ്ണിളകി തുടങ്ങി. അയ്യോ, UDFന്റെ ഇലക്ഷൻ പ്രചരണം വരുന്നുണ്ട്. വേഗമേടി രക്ഷപ്പെടാം. അയ്യോ, വികസനത്തിനോട്ടു നൽകി നാടിനെ നയിച്ചിടൂ. വിനാശകാല വികടറിടതി ശക്തിയെ ഹനിച്ചിടൂ. വിശാല വിനയമാനവൈക്യഗാഥ പാടി നീങ്ങിടൂ. വർണ്ണവൈരമാനസങ്ങളിൽ കുളിരെ പാടിടൂ. വികസനത്തിനോട്ടു നൽകി നാടിനെ നയിച്ചിടൂ. വിനാശകാല വികടരിടതി ശക്തിയെ ഹനിച്ചിടൂ. വിശാല വിനയമാനവൈക്യഗാഥ പാടി നീങ്ങിടൂ. വർണ്ണവൈരമാനസങ്ങളിൽ കുളിരെ പാടിടൂ. ഇതോ ദൈവത്തിന്റെ സ്വന്തനാണ്. ഇവിടെ പൂർണ്ണതയിലെത്തുകയാണ്. രംഗത്തും മണിയറയിൽ പ്രവർത്തിച്ചവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു.